പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഓൺ റൂട്ട് റോസ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ തൊടുപുഴയിൽ നിന്നാണെങ്കിൽ കുറച്ച് പോട്ടി മിക്സ് ചെയ്യാൻ, ചകിരിച്ചോറിൻ്റെ പോട്ടി മിക്സ് ചെയ്യാൻ ഇറക്കിയിട്ടുണ്ട്. നേരത്തെ ഞാൻ കുറച്ച് പോട്ടി മിക്സ് വാങ്ങിച്ച് നല്ല റിസൾട്ട് കിട്ടിയതിൻ്റെ ഇതുകൊണ്ട് ഞാൻ 50 കിലോയുടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ചട്ടിയെടുത്ത് അതിന് വേണ്ട അടിയിൽ കല്ലൊക്കെ വെച്ച് കൊടുത്തു. അതിനുശേഷം നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയ കുറച്ച് പോട്ടി മിക്സ് ആദ്യം ഇട്ട് കൊടുക്കും. കാരണം ഒരുപാട് ബോക്സ് അല്ലെങ്കിൽ പോട്ടി മിക്സ് നമുക്ക് ഇതിനകത്തിൽ ഇടേണ്ടി വരും. അതിന് ഞാൻ ഏകദേശം കാൽഭാഗത്തിന് മുകളിൽ നമ്മുടെ സാധാ പോട്ടി മിക്സാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ വാങ്ങിച്ച പോട്ടി മിക്സ് ഭാഗത്തോളം ഇട്ട് കൊടുത്തിട്ട് ചെറിയൊരു പിള്ളക്കുഴി പോലെ ഇങ്ങോട്ട് എടുത്തിട്ട് അതിനകത്തോട്ടാണ് നമ്മൾ വാങ്ങിച്ച റോസ ഒരു 80% ആ റോസയുടെ മണ്ണ് നമ്മൾ നീക്കം ചെയ്തിട്ട് വേര് നല്ലതായിട്ട് കാണുന്നിടം വരെ നമ്മൾ അത് നീക്കം ചെയ്യും. അതിനുശേഷം അത് നടന്ന്, അല്ലെങ്കിൽ ഈ മണ്ണ് കളിമണ്ണ് പോലെ ഭയങ്കര പശിപ്പാണ്, അത് ഇരുന്നങ്ങ് സെറ്റ് നല്ല കല്ല് പോലെയാവും. അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അത് മാറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ നട്ടേക്കുന്നത്. അതിനുശേഷം നിറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. ബഡ് റോസ അല്ലാത്തതുകൊണ്ട് ബഡ് വീഴൊന്നും പേടിക്കേണ്ട. അതുകൊണ്ട് നമ്മൾ നിറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുത്ത് പ്രസ് ചെയ്തു, വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ പുറത്ത് വെക്കാതെ UV ഷീറ്റിൻ്റെ കീഴിലാണ് ഞാൻ റോസ വെക്കുന്നത്. കാരണം പുറത്തു നിന്നുള്ള മഴ പെയ്ത് കഴിഞ്ഞാൽ റോസ പെട്ടെന്ന് കേടായി പോകുന്ന കാരണത്താൽ ഞാനിപ്പം UV ഷീറ്റ് അല്ലെങ്കിൽ ഒക്കെ ഇട്ട് ഒരു ഷെഡിനകത്ത് വെക്കുന്നു. റോസ ഒരു കംപ്ലൈൻറ്റ് ഇല്ലാതെ നല്ല രീതിയിൽ കിട്ടുന്നു. അപ്പോൾ അങ്ങനെ പല റോസയ്ക്ക് നല്ല റിസൾട്ടാണ് ഇപ്പോൾ ഈ പോട്ടി മിക്സ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ രീതിയിൽ ചകിരിച്ചോറ് കമ്പോസ്റ്റ് വെച്ച് എല്ലാവരും നടാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.